വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാന വ്യാപകമായി പട്ടികജാതി ക്ഷേമ സമിതി സംഘടിപ്പിക്കുന്ന പ്രതിഷേധ പരിപാടിയുടെ ഭാഗമായി കൊല്ലം ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. കൊല്ലം റെയിൽവേ സ്റ്റേഷന് സമീപത്തു നിന്നും ആരംഭിച്ച മാർച്ച് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ സമാപിച്ചു. CPM സംസ്ഥാന കമ്മിറ്റി അംഗം S. ജയമോഹൻ ഉദ്ഘാടനം ചെയ്തു. സ്വകാര്യ മേഖലയിൽ സംവരണം നടപ്പിലാക്കാൻ പോരാട്ടം, ചെങ്കൊടി എന്തി പോരാട്ടം, PKS പോരാട്ടം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാന വ്യാപകമായി പട്ടികജാതി ക്ഷേമ സമിതി സംഘടിപ്പിക്കുന്ന പ്രതിഷേധ പരിപാടിയുടെ ഭാഗമായാണ് കൊല്ലം ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. ജനവിഭാഗങ്ങൾ നടത്തുന്ന ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി PKS കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ചാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. രാജ്യത്തെ 42 കേന്ദ്ര സർവകലാശാലകളിൽ വിദ്യാർത്ഥി പ്രവേശനത്തിലും അധ്യാപക നിയമനത്തിലും ഒഴിഞ്ഞുകിടക്കുന്ന സംവരണ സീറ്റുകളിൽ നിയമനം നടത്തുക, സ്വകാര്യ മേഖലയിൽ തൊഴിൽ സംവരണം നടപ്പിലാക്കാൻ നിയമം കൊണ്ടുവരിക, ജാതി സെൻസസുമായി ബന്ധപ്പെട്ട അവ്യക്തത പരിഹരിക്കുക, പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമം പഴുതുകൾ പരിഹരിച്ച് നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാർ ഇടപെടുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ചും ധർണയും നടത്തുന്നത്. കൊല്ലം റെയിൽവേ സ്റ്റേഷന് സമീപത്തു നിന്നും ആരംഭിച്ച മാർച്ച് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ CPM സംസ്ഥാന കമ്മിറ്റി അംഗം S. ജയമോഹൻ ഉദ്ഘാടനം ചെയ്തു. സാമുദായികമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന മോചനത്തിന് ഉതകുന്ന നയങ്ങൾ സ്വീകരിക്കുക എന്നതാണ് സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള ഏതൊരു ഭരണാധികാരിയും സ്വീകരിക്കേണ്ടത്. എന്നാൽ തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ വാഗ്ദാനങ്ങൾ നൽകി പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങളെ അനുകൂലമാക്കി നിർത്തി വോട്ട് നേടി അധികാരത്തിൽ വന്നു കഴിയുമ്പോൾ ആദ്യം മറക്കുന്നത് ഇത്തരത്തിൽ പ്രയാസങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്നവരെയാണ് ആദ്യം അവഗണിക്കുകയും പറഞ്ഞ കാര്യങ്ങൾ മറക്കുകയും ചെയ്യുന്നതെന്നുള്ളത് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നാണ്. പാവപ്പെട്ടവരുടെ വീടുകളിലെ കുട്ടികൾ ഉന്നതങ്ങളിലേക്ക് പഠിച്ച് വളർന്ന് പ്രധാനപ്പെട്ട മേഖലകളിലേക്ക് എത്താൻ കഴിയാതെ പോയ കാലഘട്ടത്തിൽ നിന്നും അവരെ പൊതുധാരയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പഠനത്തിലും മറ്റുമെല്ലാം തന്നെ സംവരണം ഏർപ്പെടുത്തി വെച്ചിട്ടുള്ളത്. ആ സംവരണ തത്വം പാലിക്കപ്പെട്ടാൽ പാവപ്പെട്ട ദളിത് പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾ പഠിച്ച് ഉന്നതിയിലേക്ക് എത്താൻ അവർക്ക് കഴിയും. PKS സംസ്ഥാന കമ്മിറ്റി അംഗം സന്തോഷ് മധുര അധ്യക്ഷത വഹിച്ചു. ഇന്ത്യ രാജ്യത്തെ ആകെ ജനസംഖ്യയുടെ 22% പട്ടികജാതി പട്ടികവർഗ സമൂഹത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ പിന്നാമ്പുറങ്ങളിൽ കഴിയുന്ന കേരളത്തിൽ ഒരുപക്ഷെ നമ്മളെല്ലാം ആർജിക്കുന്നത് പോലെ ആഗ്രഹിച്ചതുപോലെ കുറച്ച് സാമൂഹ്യ പുരോഗതിയും മുന്നോക്കവും വന്നു എന്നൊഴിച്ചാൽ അത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെയും നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ഉഴുതുമറിച്ച മണ്ണിൽ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ വേരോട്ടം നടത്തി ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടക്കമുള്ള നേതൃത്വത്തിലുള്ള ഇടപെടലുകളും 1957 മുതൽ EMSന്റെ ഗവൺമെൻറ് ഉൾപ്പെടെ കാലാകാലങ്ങളിൽ മാറി വന്ന ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റുകൾ നടത്തിയ ഏറ്റെടുത്ത പുരോഗമനപരമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇപ്പോൾ കഴിഞ്ഞ 10-9 വർഷക്കാലമായി കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പിണറായി നേതൃത്വം കൊടുക്കുന്ന ഈ ഗവൺമെൻറ് ഉൾപ്പെടെ എടുക്കുന്ന ചില നിലപാടുകളുടെയും ആശയങ്ങളുടെയും നിശ്ചയദാർഢ്യത്തിൻ്റെയും ഒക്കെ ഭാഗമായിട്ടാണ് കുറേയധികം കേരളത്തിൽ നമ്മൾ മുമ്പോട്ട് പോയിട്ടുള്ളത്. ജില്ലാ സെക്രട്ടറി G. സുന്ദരേശൻ സ്വാഗതം പറഞ്ഞു. സംസ്ഥാന കമ്മിറ്റി അംഗം T. ഗോപാലകൃഷ്ണൻ, A. പുഷ്പരാജൻ, NS ശാന്തകുമാർ, VK സത്യശീലൻ, B. രാജേന്ദ്രൻ, M. സുരേഷ് കുമാർ, J. ബിജു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.